ഓണത്തിനൊരുങ്ങാനുള്ള അവസാനവട്ട പാച്ചിലാണ് മലയാളികൾ. പൂവിപണിയും പച്ചക്കറി വിപണിയും എല്ലാം ഉത്രാടത്തിലും സജീവമാണ്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും എറണാകുളം ഇടപ്പള്ളി ദേവൻകുളങ്ങരയിലെ പൂവിപണിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുമാണ് ചേരുന്നത്. വിവരങ്ങളിലേക്ക് ജിജീഷിലേക്കാണ് ആദ്യം പോകുന്നത്. ജിജീഷ്, എന്തായാലും കൊച്ചിയിൽ എങ്ങനെയാണ് അവിടുത്തെ ഒരു ഓണവിശേഷങ്ങൾ? ഉത്രാടപ്പാച്ചിലാണ്, അവസാന മണിക്കൂറുകൾ ഇങ്ങനെ പോകുന്നു. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരം? ആര്യശ്രീ, ഉത്രാടപ്പാച്ചലിൽ കൊച്ചി അതേപോലെ തന്നെ വലിയ ഓട്ടത്തിൽ തന്നെയാണ്. നമ്മൾ രാവിലെ മുതൽ തന്നെ കണ്ടു പൂവിപണി. മറ്റൊരു സ്ഥലത്തെ പൂവിപണിയിലെ തിരക്ക് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ തൃക്കാക്കര ആപ്പൻ, അവിടെ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ തൃക്കാക്കരയിലെ വിശേഷങ്ങൾ നമ്മൾ രാവിലെ അറിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തിരക്ക് ഇപ്പോൾ നഗരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി ആളുകൾ പൂവിപണിയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ഓണത്തപ്പൻ വാങ്ങാനും എല്ലാം തന്നെ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തിരക്ക് എല്ലായിടത്തുമുണ്ട്. ഓരോ കേന്ദ്രങ്ങളിലും അത് പ്രത്യേകമായി തന്നെ കുടുംബശ്രീയുടെയും എല്ലാം തന്നെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ ഓണാഘോഷങ്ങളും ഇതെല്ലാം തന്നെ എങ്ങനെയുണ്ട്? അതെ, വാങ്ങിച്ചോണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളല്ലേ. ഇതെല്ലാം വാങ്ങിച്ചു, ഒക്കെ സെറ്റ് വാങ്ങിച്ചു. ഓണത്തപ്പനെ വാങ്ങിച്ചു. വാമന എവിടെ പോയി സാധനം? ആ കൊടയും വെക്കണേ. ഇത് ടിവിയാണ്. ഇല്ല, നാളെ ഇതേ തുമ്പ കുരുത്തോല ഒക്കെ വെച്ചിട്ട് വരവേൽക്കും. കഴിഞ്ഞു. നാളെ അതാണല്ലോ സിസ്റ്റം. അതെ അതെ, ഓക്കെ. ഇത്തരത്തിൽ ഓരോ ആളുകളും അവരുടെ അവസാന നിമിഷത്തിൽ അതിന് തയ്യാറെടുപ്പുകൾ തന്നെയാണ്. എങ്ങനെയാണ് വിപണിയിൽ? എങ്ങനെയുണ്ട് കച്ചവടം? നല്ല രീതിക്ക് പോകുന്നുണ്ട്. കുഴപ്പമില്ല. സാധാരണ നിലയിൽ മഴ എന്തെങ്കിലും ബാധിച്ചോ? മഴ ഇന്നലെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് രാവിലെയും കുറച്ച് സമയം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുക. ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ തവണയും കച്ചവടം ചെയ്യാറുണ്ട്? ഇല്ല കൊല്ലം, ഇപ്പോൾ 9 കൊല്ലമായി. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ഞങ്ങൾ ഗണപതി അമ്പലത്തിൻ്റെ അടുത്തായി, ഇടപ്പള്ളി തന്നെ. ഓക്കെ. ഇത്തരത്തിൽ എല്ലാ വർഷവും ഓണവിപണിയിൽ എത്തുന്ന ആളുകളാണ്. അവരെല്ലാം തന്നെ കച്ചവടം മോശമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ കച്ചവടം? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. വില കുറവാണ്, കൂടുതലാണ്? വില കൂടുതലാണ്. മുല്ലപ്പൂവിനൊക്കെ 1 കിലോ 2000 രൂപയൊക്കെയാണ്. നമ്മളോട് ആളുകൾ വിലയുടെ കൂടുതലിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. 50-100 രൂപ ചോദിക്കണ വിലയൊക്കെ അങ്ങോട്ട് കൊടുക്കും. കുറച്ച് കൊടുക്കും. നഷ്ടമുണ്ടോ? നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഇത് തീർന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല നഷ്ടമാണോ ലാഭമാണെന്ന്. എവിടെ സ്ഥലം? എവിടെയാ സ്വന്തം സ്ഥലം? കളപ്പശ്ശേരി. ഇവിടെ ഏലൂരിൻ്റെ അവിടെ താമസിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ഓണം കണ്ടു തുടങ്ങിയിട്ട്? എത്ര നാളായി ഈ ഓണാഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 14 വർഷമായി ഞാൻ ഇവിടെ തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിൽ തന്നെ ഞാൻ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ അതെ. ആര്യശ്രീ, ഇതുപോലെ തന്നെ ഈ കച്ചവടത്തിന് സ്ഥിരമായി എത്തുന്ന ആളുകളുണ്ട്. ഇപ്പോഴും കടകളിലേക്ക് വരുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ എല്ലാ ഭാഗത്തും വലിയ തിരക്കുകളാണ്. ഓരോ ചെറിയ ഏരിയകൾ പോലും, കൊച്ചിയുടെ ഓരോ ചെറിയ പ്രദേശങ്ങൾ പോലും അവിടെ ഓണം ആഘോഷിക്കാൻ എത്തുന്ന ആളുകളെ കൊണ്ട് വലിയ തോതിൽ തിരക്കാവുന്നു. ഈ ഉച്ച സമയമായതുകൊണ്ട് തന്നെയാണ് ഒരൽപ്പം തിരക്ക് കുറയുന്നത്. മറ്റു പല ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ കൂടുതൽ ഓണത്തോടനുബന്ധിച്ച് പൂവിപണിയാണെങ്കിലും ഒപ്പം തന്നെ ഓണത്തപ്പനെയും എല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്ന നിരവധി ചെറുതും വലുതുമായ കച്ചവടക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി മാറിയ ആളുകളാണ്. ഓണത്തിരക്കിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അത്തരത്തിൽ ആഘോഷങ്ങൾ വലിയ തോതിൽ തന്നെ നടക്കുകയാണ്. നമുക്ക് കാണാം, കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മറ്റു നിരവധി കടകളുണ്ട്. ഒപ്പം തന്നെ ഇതോടനുബന്ധിച്ച് ഓണത്തപ്പനെ വാങ്ങാനെല്ലാം കൂടുതലായി ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയെല്ലാം തന്നെ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഓണത്തപ്പൻ മേടിച്ചിട്ടില്ല, മേടിക്കാൻ നിൽക്കണ്. എന്താണ് ആഘോഷങ്ങളൊക്കെ എവിടെ വരെ എത്തി? പടി വരെ എത്തി. എനിക്ക് ഏറ്റണം. ചേട്ടാ, എല്ലാം ഓണാഘോഷങ്ങളൊക്കെ എന്തുവരെ ആയി? ഇതുവരെ പോയിക്കൊണ്ടിരിക്കുകയാണെല്ലാം. അത് വൈഫ് കൊണ്ടുവന്നപ്പോഴാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുമ്പക്കുടം നെയ്തമ്മ മേടിച്ച് അടുത്തത് മറ്റേ തപ്പൻ മേടിക്കണം. ഒരുമാതിരി എല്ലാം ഒരുമാതിരി തീരും. കളറാക്കാൻ തന്നെയാണ്. കളറാക്കാൻ തന്നെ. അതന്നെ.
ഓക്കെ. ഇതുപോലെ ഒരുപാട് ആളുകൾ അവർ ഇവിടെ വരുന്നു, കുടുംബസമേതം എത്തുന്നു. ഒപ്പം തന്നെ ഓണത്തപ്പനെയും എല്ലാം വാങ്ങി പൂക്കളം എല്ലാം തന്നെ വാങ്ങി പോകുന്ന ഒരു ഇത്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പ്രധാനമായും ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ വീടുകളിൽ പൂക്കളങ്ങൾ തീർക്കാനും ഓണത്തപ്പനെ വരവേൽക്കാനും എല്ലാമുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ആളുകളുള്ളത്. അത്തരത്തിൽ കൊച്ചിയും ഒരു വൈകുന്നേരം കൊച്ചിയുടെ ആ ഉത്രാടപ്പാച്ചൽ അതിൻ്റെ അതിവേഗത്തിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാനും കഴിയും. ശരി ജിജീഷ്, എന്തായാലും കൊച്ചിയിലും അവസാനവട്ട ഓണത്തിരക്കിലാണ് നമ്മൾ കണ്ടത്. ഇനി പ്രശാന്തിലേക്കാണ് പോകുന്നത്. പ്രശാന്ത് ചാല മാർക്കറ്റിൽ നിന്നാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ചാല മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തലസ്ഥാനത്തിന്റെ നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയാം. നമുക്ക് പുഷ്പമായാലും പച്ചക്കറി ആയാലും എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ചാല മാർക്കറ്റ്. എന്തായാലും ഈ അവസാന മണിക്കൂറുകളിൽ ചാല മാർക്കറ്റിൽ എങ്ങനെയാണ് ഓണം വൈബ്? ആര്യശ്രീ അവസാന ഘട്ടത്തിലേക്ക്, അവസാന നിമിഷത്തിലേക്കൊക്കെ കടക്കുകയാണ്. എല്ലാ സാധനങ്ങളും ഒരുക്കുന്നതിൻ്റെ ഒരു തിരക്കിലേക്കാണ് മലയാളി കടന്നിരിക്കുന്നത്. ചാല മാർക്കറ്റും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചാല മാർക്കറ്റിൻ്റെ മറ്റൊരിടം ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ പാത്രങ്ങളിലായിട്ട് ഓരോ പാത്രങ്ങളിലും ഓരോ സാധനങ്ങൾ, ഇഞ്ചിയും നാരങ്ങയും പയറുവർഗ്ഗങ്ങളും തക്കാളിയും പച്ചമുളകും അടക്കം ഇങ്ങനെ നിരത്തി വെച്ച് വിൽപ്പിക്കുന്നതാണ്. ഇത് ചേട്ടാ എങ്ങനെയാണ് ചേട്ടാ ഇതിൻ്റെ വില പറയൂ? ഓരോ പ്ലേറ്റ് എത്ര രൂപയാണ്? 30 രൂപ ഉണ്ട് ഒരു പ്ലേറ്റിനോ? ഈ ഒരു പ്ലേറ്റ് പച്ചക്കറി അത് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ തക്കാളിയും ഉണ്ട്, അതോടൊപ്പം തന്നെ മുളകുണ്ട്, കോവയ്ക്കുണ്ട്, ഇഞ്ചിയുണ്ട്. ഇതിന് പല വിലയിലാണ് അവർ പറയുന്നത്. 20 രൂപ, 30 രൂപ അങ്ങനെയൊക്കെയുള്ള വില നിരക്കിലാണ് ഈ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളി ഏറ്റവും കൂടുതൽ ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം സദ്യവട്ടങ്ങളാണ് ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അപ്പോഴും അത് പറയുമ്പോൾ അച്ചാർ, നാരങ്ങ അച്ചാർ, ഈ ഇത്തരത്തിലുള്ള വലിയ നാരങ്ങകൾ അത് ഈ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് മസ്റ്റായിട്ടാണ് തെക്കൻ കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ കറിനാരങ്ങ എന്ന് പറയും. കറിനാരങ്ങയിലെ അച്ചാർ സദ്യവട്ടത്തിൽ ഒരു സുപ്രധാനമാണ്, മസ്റ്റാണ്. അങ്ങനെ ഓരോ സാധനങ്ങളും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും അടക്കമുള്ള ഓരോ സാധനങ്ങളും എടുക്കുന്നതിനുള്ള വാങ്ങിക്കൂട്ടിക്കൊണ്ട് വീടുകളിലേക്കൊക്കെ പോകുന്നതിനുള്ള അവസാന വട്ട തിരക്കിലേക്കൊക്കെയാണ് മലയാളികൾ കടന്നിരിക്കുന്നത്. അങ്ങനെ ചേച്ചി എല്ലാം വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു. ഇനി എന്തൊക്കെ വാങ്ങിക്കാനുള്ളത്? പിന്നെ വാങ്ങിക്കാൻ അങ്ങോട്ട് പോട്ടെ. ഇങ്ങനെ ഓട്ടത്തിലാണ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരോരോ ഈ ഉത്രാടപ്പാച്ചിലെന്ന് പറയുന്നത് പോലെ തന്നെ ആ ഓട്ടം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ചേച്ചി വരുന്നുണ്ട്. ചേച്ചി എന്തായി, എല്ലാം വാങ്ങിച്ചോ? വലിയ സഞ്ചിയാണല്ലോ. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. ഇനി എന്തൊക്കെ വാങ്ങിക്കാനുള്ളത്? ഇനി ക്യാരറ്റ് വാങ്ങിക്കണം, തക്കാളി വാങ്ങിക്കണം, പച്ചമുളക് വാങ്ങിക്കണം. സദ്യവട്ടത്തിന് എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി എല്ലാം ഒരുക്കും. ഓണം അടിച്ചു പൊളിക്കും. അത് തന്നെയാണ്, ഓണം അടിച്ചു പൊളിക്കുകയാണ്. അതിൽ അടിച്ചു പൊളിക്കുക എന്ന് പറയുമ്പോഴും നമുക്ക് ഈ സദ്യ അതിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്രയും കച്ചവടം നടക്കുന്നതും. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചാല തന്നെയാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. അവിടെ ചേട്ടനൊരു പച്ചക്കറി കിറ്റൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതായത് കിറ്റുകളായിട്ട് എല്ലാം അടങ്ങിയ, അതായത് സാമ്പാർ വട്ടങ്ങൾക്കൊക്കെ ഉള്ള ഒരു കിറ്റാണ് ഈ വെച്ചിരിക്കുന്നത്. ഈ കിറ്റ് എത്രയാണ് ചേട്ടാ? എത്ര രൂപയാണ് കിറ്റിന്? 300 രൂപ. എന്തൊക്കെയുണ്ട് ഈ കിറ്റിനകത്ത്? ഈ ഇരിക്കുന്ന എല്ലാ ഐറ്റവും അവിയലും തോരനും സാമ്പാറും ഒക്കെ ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി ഒരു കിറ്റാണ്, പച്ചക്കറി കിറ്റാണ് ഇങ്ങനെ വിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അല്ലാതെയും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പാകത്തിന് ഉള്ള മറ്റ് കച്ചവടങ്ങളടക്കം നടക്കുന്നുണ്ട്. എന്തായാലും സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആളുകൾ എല്ലാവരും അവസാന നിമിഷത്തേക്ക് കടന്ന് പച്ചക്കറി മാർക്കറ്റും അതോടൊപ്പം തന്നെ പലവ്യഞ്ജന മാർക്കറ്റിലേക്കൊക്കെ എത്തിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുരാതനമായ മാർക്കറ്റാണ് ചാല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ, അതായത് കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുന്നതോടുകൂടി തന്നെ ചാല പൂർണ്ണമായും സജീവമാകും. പലയിടങ്ങളിൽ നിന്നായിട്ട് പല ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും. അവസാന വട്ട ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഈ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്യും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചേച്ചി ഹാപ്പി ഓണം ഒന്നും പറയല്ലേ? എവിടെ നിന്ന് എല്ലാം വാങ്ങിച്ചോ സാധനങ്ങളൊക്കെ? ശരിക്കുന്നു സംസാരിക്കുന്നില്ല. എന്തായാലും അവസാനവട്ടം ആ തിരക്കുകൾ അതിലേക്ക് കടക്കുന്നതിൻ്റെയൊക്കെ ആയിട്ടാണ് തോന്നുന്നു. ഇവരെല്ലാവരും വളരെ തിരക്കിൽ കൂടിയാണ് ഇങ്ങനെ കടന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. നമുക്ക് നിരവധി പേരാണ് ഇങ്ങനെ ഈ പച്ചക്കറി വാങ്ങിക്കാനും പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഈ ചാലയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ചാലയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള മാർക്കറ്റാണ്. പച്ചക്കറി പലവ്യഞ്ജനങ്ങളടക്കം എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്നൊരു മാർക്കറ്റാണ് ചാല മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഉത്സവ സീസണൊക്കെ ആകുമ്പോഴോടുകൂടി തന്നെ സജീവമാകുകയും ചെയ്യും. നിലവിൽ മാളുകളിലേക്കൊക്കെ ആളുകൾ പോകുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ മാർക്കറ്റുകളും സജീവമാണ്. ചേച്ചി എല്ലാം വാങ്ങിച്ചോ? എവിടെ വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചേട്ടാ വാങ്ങാമെന്നാണ്
പച്ചക്കറി ആണ് ഇനി വാങ്ങാനുള്ളതല്ലേ? ബാക്കിയുള്ള അതേപോലെയുള്ള ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിയത്. ബാക്കി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഒരുക്കി. സദ്യക്കുള്ള ഓട്ടങ്ങളെല്ലാം സെറ്റാണ്. അതെ അതെ. എന്തൊക്കെയാ പായസങ്ങൾ ഒക്കെ ഒരുക്കുന്നത്? ദിവസം ഒരു പായസം ഉണ്ടാവുള്ളൂ. നമുക്ക് 10 ദിവസത്തെ ഓണം ഉണ്ടല്ലോ, ഒരു ദിവസം ഒരു പായസം. 10 ദിവസം ആഘോഷിക്കുകയാണ്. ആഘോഷം ഉണ്ടാവും. യാത്രയ്ക്കൊക്കെ പോകുന്നില്ലേ? യാത്രയൊന്നുമില്ല, ഇവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെ. അങ്ങനെ അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാനുള്ള ഓരോ തിരക്കിലാണ് മലയാളികൾ. ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്നു, പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ട് പല സാധനങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തിരക്കിലേക്കാണ്. വാഹന സൗകര്യങ്ങളൊന്നും ഈ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലേക്കാണ് മലയാളി കടന്നിരിക്കുന്നത്. അല്പസമയം കൂടി കഴിയുന്നതോടുകൂടി തന്നെ, അതായത് വൈകുന്നേരം ആകുന്നതോടുകൂടി തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വർദ്ധിക്കും. നമ്മൾ പറയുന്നത് പോലെ തന്നെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ഉത്രാടപ്പാച്ചിലേക്ക് കടക്കുകയും ചെയ്യും. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? വളരെ മോശം. വളരെ മോശമാണ്. ആളുകൾ വരുന്നില്ലെന്ന് സൗകര്യമില്ല. അതായത് 10-45 വർഷം മുമ്പ് ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഒരു ചാലയിലില്ല. വലിയ പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ വരുന്നില്ല ആൾക്കാർ. ഏറ്റവും കൂടുതൽ ടാക്സ് മേടിക്കുന്ന കവടിയാർ കഴിഞ്ഞാൽ പിന്നെ ടാക്സ് മേടിക്കുന്ന ചാല വാർഡാണ്. ആ വാർഡിന് ഒരു വികസനം പോലും ഇല്ലാത്തൊരു വാർഡായിട്ട് മാറിയിരിക്കുന്ന ചാല വാർഡ്. ഒരു പാർക്കിംഗ് ഫെസിലിറ്റി, കംഫർട്ട് സ്റ്റേഷൻ പോലും ഇല്ലാത്ത സ്ഥലമാണ്. ആളുകളിലേക്ക് പോയതും ഒരു കാരണമാണോ? ചാലയിൽ വരുന്നൊരു ചാലയിൽ തന്നെ വരും. അതിനുള്ള സൗകര്യം ഉണ്ടായി. ഒരു വണ്ടി കയറിയാൽ നിങ്ങൾ കാണുന്നില്ല, അതൊക്കെ നിങ്ങൾ പറയൂ. വണ്ടി കയറി വരാനോ പോകാനോ ഒരു വണ്ടി പാർക്കിംഗ് ഉണ്ടോ നിങ്ങൾ നോക്കൂ. ഹരിശ്രീ, അത് ഇത്തരത്തിൽ ഈ ചാലയിലെ ഒരു അടിസ്ഥാന സൗകര്യത്തിൻ്റെ പ്രശ്നം ഇവർ പറയുന്നുണ്ട്. പല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരിച്ച സർക്കാരുകൾ അവർ ചാലയ്ക്ക് വേണ്ടത്ര വികസനങ്ങൾ ഒരുക്കി കൊടുത്തില്ല, പാർക്കിംഗ് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ ചാലയിലേക്ക് ആളുകൾക്ക് എത്താനായിട്ടുള്ള സൗകര്യക്കുറവ് ഇവർ പരാതിയായിട്ട് പറയുന്നുണ്ട്. അതൊരു വലിയ കച്ചവടക്കാരും വലിയ സങ്കടമായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും ആളുകൾ എത്തുന്നതിന് കുറവൊന്നുമില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എത്ര ആളുകൾ വന്നാലും ചാലയിലേക്ക് എത്തുന്ന ആളുകളെല്ലാം ചാലയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കും എന്നും പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള തിരക്കിലേക്ക് മലയാളി പ്രശാന്ത്, എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് മലയാളികൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ തിരുവോണമായി, അതിനുള്ള അവസാന മണിക്കൂറിലുള്ള ഒരുക്കങ്ങളിലേക്കാണ് മലയാളികൾ എത്തുന്നത്. ജിജീഷും പ്രശാന്തുമാണ് വിവരങ്ങൾ നൽകിയത്.